മനോഹരമായിട്ടുള്ള നീതിയാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇരട്ട നീതി എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ താഴെ കാണുന്നത്. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന ചാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന ചാറ്റുകളെ നാടായ നാട് മൊത്തം, മീഡിയ മൊത്തം, മലയാളം അറിയാവുന്ന എല്ലാ ആളുകളുടെ അടുക്കിലേക്കും എത്തിച്ചതിന് ശേഷം അതിന്റെ പേരിൽ അയാളെ ജയിലിലും ആക്കി. ഇപ്പതേ അതിജീവിത എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ ചാറ്റ് പുറത്തുവിട്ട് സത്യാവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാൻ മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതിജീവിതനെ സൈബർ ഇടത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫെനി നൈനാനെതിരെ കേസെടുത്തിരിക്കുന്നു. എന്ത് മൂഞ്ചിയ നിയമമാണ് ഇത്? അവള് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് ഓഫീസിലേക്ക് രാഹുൽ വിളിച്ചപ്പോൾ അവിടെ വേണ്ട, എനിക്ക് അങ്ങ് ഫ്ലാറ്റിലോട്ട് ചെല്ലി, എനിക്ക് കുറെ രഹസ്യമായിട്ട് കുറെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ അവള് ഇന്ന് വലിയ പുണ്യാളത്തി. അവൾ ആ പറഞ്ഞ ചാറ്റ് പുറത്തു വിട്ടപ്പോഴത്തേന് അതിനെതിരെ കേസെടുക്കുന്നു. എന്തോന്ന് നാറിയ നിയമമാണ് ഇത്? ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു മൈത്താണ്ടി മക്കളും ഇല്ലേടെ? പെണ്ണുങ്ങൾ എന്ത് ഊമ്പിത്തരം കാണിച്ചാലും ഒരു വിഷയവുമില്ല. അത് ആരെങ്കിലും ഒന്ന് പുറത്ത് പറയും. ഇത് മറ്റേ ആട് സിനിമയ്ക്ക് ജയസൂര്യ പറയുന്ന പോലെ പടക്കം ഉണ്ടാക്കിയവർക്കും പൊട്ടിച്ചവർക്കും ഒന്നും ഒരു വിഷയമില്ല. അതിന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പ കേസ്. എന്തോന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ഇതൊക്കെ.